ഹായ് ഹലോ ചിലമ്പിലെ ക്ലാസ്സിന് ശേഷം ബാലൻസ് വന്ന് രണ്ടുപേരെയും കൊണ്ട് നമ്മൾ മുഖത്തിലെ അമ്പലത്തിൽ ഉത്സവത്തിന് പോകട്ടോ. ധന്യ ചേച്ചി ഹണിക്കുട്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇത്രയും തിരക്കിൽ കാർ എടുത്ത റിസ്ക് ആയതുകൊണ്ട് നമ്മുടെ ദേശീയ വാഹനം അത് ഓട്ടോ തന്നെ വിളിച്ചു. അങ്ങനെ ഇതേ ഓട്ടോയിൽ കയറി നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉത്സവത്തിലെ മെയിൻ അട്രാക്ഷൻ കടകൾ തന്നെയല്ലേ. നമ്മളത് ആദ്യം നിറയെ കുപ്പിവളയും ക്ലിപ്സും ഒക്കെ കിട്ടുന്ന കടയിലോട്ടോ ആദ്യം കയറിയത്. അവിടെ നിന്ന് കുറേ സാധനങ്ങൾ എന്തൊക്കെയൊക്കെ മേടിച്ചതിന് ശേഷം സേമിയ, അതെ പലവരുടെയും നൊസ്റ്റാൾജിയായി സേമിയ പായസം ട്രൈ ചെയ്തു. പിന്നെ ഐസ്ക്രീം ഇല്ലാതെ എന്ത് ഉത്സവം, അത് നമ്മുടെ ഹണിക്കുട്ടി ആട്ടോ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത്. അത് സ്ട്രോബെറി ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ഹണിക്കുട്ടി വെറുതെ എക്സ്പ്രഷൻ ഇട്ട് തകർക്കാണ്. പക്ഷെ ധന്യ ചേച്ചിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ വേറെ ഷോപ്പിൽ ബ്രൗൺ വിത്ത് ചോക്ലേറ്റ്, ബ്രൗൺ വിത്ത് ഐസ്ക്രീം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്രൗൺ വിത്ത് ചോക്ലേറ്റ് ആണ് മേടിച്ചത്. 50 രൂപ വീതമായിരുന്നു. അത് നമ്മുടെ ഹണിക്കുഞ്ഞിന് ഒത്തിരി ഇഷ്ടമായിട്ടോ. അടുത്തത് നമ്മൾ നീങ്ങിയത് പൊരിപ്പ് കടയിലേക്കാണ് കേട്ടോ. അവിടെ പൊട്ടറ്റോ റോൾ ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അപ്പോൾ പറയുമ്പോൾ അപ്പോൾ തന്നെ അവർ പൊരിച്ചു തരും. അങ്ങനെ ആ ടൈമിൽ ഞങ്ങളൊരു കോളിഫ്ലവർ ഫ്രൈയും കൂടി പറഞ്ഞു. നല്ല സോസൊക്കെ ഒഴിച്ച് നല്ല ചൂടോടെ തരുന്ന കോളിഫ്ലവർ ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സെൽഫി വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് കാത്തിരുന്ന് നമ്മുടെ പൊരിച്ച പൊട്ടറ്റോ ഇങ്ങെത്തി. അതാ ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഒത്തിരി പ്രതീക്ഷയിലൂടെയാണ് ഞാൻ മേടിച്ചത്. പക്ഷെ സാധനം ഫ്ലോപ്പായിരുന്നു. അത് പൊരിഞ്ഞിട്ടും ഇല്ല, പിന്നെ എന്താ പറയുക, ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ 3 തരത്തിലുള്ള ചോക്ലേറ്റ് ഒഴിക്കുന്ന വേഫർ കണ്ട ആരും മേടിക്കാണ്ടിരിക്കുക. നമ്മളും പറഞ്ഞു 2 എണ്ണം. പിന്നെ ഉത്സവത്തിന് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ വയറ്റിൽ ഇത്രയും സ്ഥലം ഉണ്ടോ എന്ന് തന്നെ ചിന്തിച്ചു പോകും. ഹണിക്കുട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വേഫർ. ഹണിക്കുട്ടിക്ക് മാത്രമല്ല എനിക്കും അക്കുവിനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ തിരക്കിലൂടെ നടന്ന് ഒരു ഉമ്മ വിൽക്കുന്ന ബജ്ജിക്കടയിൽ നമ്മൾ പയ്യെ നിന്നു. 2 ബജ്ജി മേടിച്ചു. അതും നമ്മുടെ ഹണിക്കുട്ടിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കേട്ടോ. സാധനം നല്ല എരിവുണ്ടായിരുന്നേ. പിന്നെ നാടൻ സാധനങ്ങൾ വിൽക്കുന്ന നമ്മുടെ അമ്മമാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് കണ്ടു. അവിടെ നിന്ന് ഇടിച്ചൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മളും വാങ്ങി വരണം. പിന്നെ ചൂട് കപ്പലിൻ്റെ ആയിട്ട് എന്തിനു കുറയ്ക്കണം, ചൂട് കപ്പലിൻ്റെയും മേടിച്ചു 2 എണ്ണം. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ സുധിയാൻ്റെ ഏറ്റവും ഫേവറേറ്റായി ഇട്ടാപ്പൊട്ടിയാണ്. അങ്ങനെ അവിടുന്ന് എടുത്തു ഒരു ഇട്ടാപ്പൊട്ടി. സാധനം കെമിക്കലൊക്കെ ആണെങ്കിലും ഉത്സവത്തിന് ഈ സാധനം കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക കൗതുകമാണ്. അങ്ങനെ നമ്മുടെ ഹണിക്കുട്ടിക്കും ഈ അച്ച് വെച്ചുള്ള മൈലാഞ്ചി നമ്മൾ പതിപ്പിച്ചു കൊടുത്തു കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവററ്റായ കുലുക്കി സർബത്ത് കടകളായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞ ഉത്സവത്തിൻ്റെ വൈബ് കൂട്ടുന്നത് ഇവർ തന്നെയാണ്. അങ്ങനെ ഒരുവിധം കടകളെല്ലാം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ചിന്തിച്ചു, അയ്യോ കടല മാത്രം മേടിച്ചില്ലല്ലോ. കുറച്ച് അൺഹെൽത്തി ജ്യൂസ് നടക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം വൃത്തിയുള്ള ഒരു കടയിൽ നിന്നും നമ്മളൊരു കടല കൂടി മേടിച്ചു. നല്ല ടേസ്റ്റും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ കടലയ്ക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാട്ടോ. അങ്ങനെ ഇരിക്കുക നമ്മുടെ സുധേൻ്റെ അവിടെ ഇവിടെ കറങ്ങി നിൽക്കുകയാണ്. എന്താണ് കാര്യം, ഒരു സേമിയ കൂടി ആൾക്ക് വേണം. ആദ്യം വേണ്ടാന്ന് പറഞ്ഞ് പോയെങ്കിലും അത്രയും തിരക്ക് കണ്ടപ്പോൾ ഒരു സേമിയ കൂടി നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ സുധിയാൻ്റി പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റിലല്ല, ഇത് കഴിക്കുമ്പോഴുള്ള ചില നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ടാണ് ഇത് മേടിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇനി അടുത്ത വർഷം അടിപൊളി ഒരു ഉത്സവത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം.